അങ്ങനെ നന്ദുവിനെ ഡോക്ടർ വിളിച്ചിട്ട് റൂമിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ അയാളൊരു സൈക്യാട്രിസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് എത്ര നാളായി അസുഖം തുടങ്ങിയിട്ടെന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട് കുറച്ച് നാളായി എന്ന് പറയാണ്. അപ്പോൾ ഇങ്ങനെ ഏതൊരു ആരാധികേനെ ഇങ്ങനെ തെരഞ്ഞു നടക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ അടുത്ത് ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ സുസ്മിത സെൻ ഉണ്ടോയെന്ന് അവിടെ ചെന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് ഇങ്ങനെ അവരുടെ ആരാധിക ഇങ്ങനെ സാങ്കല്പികമാണല്ലേ എന്നൊക്കെ ഇങ്ങനെ ഡോക്ടറും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ സുന്ദരികളായ പെൺകുട്ടികളെ കാണുമ്പോഴുണ്ടാവുന്ന ഒരു ഇതാണോ? അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ അടുത്തത് ഐശ്വര്യ റായി ഇങ്ങനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമല്ലോ എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു ഈ അടുത്തൊരു ബ്യൂട്ടി പാർലറിൽ ചെന്നിട്ട് ഐശ്വര്യ റായി ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു എന്ന് പറയണം. അപ്പോൾ ഇത് നമുക്കൊരു ഷോക്ക് കൊടുക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ടായിരുന്നു അത് വേണമെന്ന്. അപ്പോൾ ഇത് കുറച്ച് അങ്ങനെ മുന്തിയനാണ്, അതുകൊണ്ട് ഷോക്ക് തന്നെ കൊടുക്കണം എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് നന്ദുവിനെ വിളിച്ചിട്ട് പിന്നീട് അനിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അനിയോട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരാധികേനെയൊക്കെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അനാമികേനല്ലേ കാണേണ്ടത്, അപ്പോൾ ഞാൻ എന്തായാലും നന്ദുവിനെ ഈ കുട്ടിക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അനാമികേനെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാണാനൊക്കെ നല്ല സുന്ദരി, കാണാൻ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ് നന്ദുവിനോട്. അപ്പോൾ നല്ല സുന്ദരിയാണെന്ന് നന്ദുവും പറയുന്നുണ്ട്. അപ്പോൾ അനിയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവൾ എൻ്റെ കവിതേനെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, അപ്പോൾ അത് എനിക്ക് എഴുതിയിട്ടുള്ള കത്തിൽ നന്നായിട്ടുണ്ടായിരുന്നു, അപ്പോൾ എന്തായാലും കാണാനും നല്ല സുന്ദരിയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു ഇത് അത്യാവശ്യം നല്ല മൂത്ത വട്ടന്നെയാണ്, ഷോക്ക് വേണമെന്ന് പറയാനുണ്ട്. അപ്പോൾ എനിക്ക് എന്തിനാ ഷോക്ക് തരണേന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അനി. എനിക്ക് ഇനി കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ അനീനെ പിടിച്ചു കൊണ്ടുപോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അനി എന്തായാലും പെട്ടെന്ന് അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ നന്ദു ആണെങ്കിലും ചിരിച്ചുകൊണ്ട് അനിയുടെ പിറകെ ഓടുകയാണ് കേട്ടോ. അപ്പം ഡോക്ടറും നേഴ്സൊക്കെ അനീനെ പിടിക്കാനായിട്ട് ഇങ്ങനെ കൂടെ ഓടുന്നുണ്ട്. അപ്പോൾ എന്തായാലും സെക്യൂരിറ്റി ഒക്കെ പിടിക്കാൻ നിൽക്കുന്ന സമയത്ത് അനി അങ്ങ് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഇവന്മാരെ ഒന്നും പിടിച്ച് അങ്ങനെ ചികിത്സിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ നേഴ്സ് അകത്തേക്ക് അങ്ങ് പോകും. പിന്നീട് നന്ദു അനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അനിയാണെങ്കിൽ ഒരു മരത്തിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുകയാവും കേട്ടോ. എന്നിട്ട് നന്ദുവിനെ കാണുമ്പോൾ വേഗം വാന്നറിഞ്ഞ് വിളിക്കുകയാണ്. പിന്നീട് നന്ദു ഇങ്ങനെ അനിയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് നന്ദു എന്താ ഡോക്ടറോട് പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനൊന്നും പറഞ്ഞില്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ എന്തായാലും അയാളൊരു സൈക്യാട്രിസ്റ്റ് ആണെന്ന് പറയുമ്പോൾ അയാളുടെ അച്ഛനെ പോയി ചികിത്സിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കാണെങ്കിലും ആകെ ദേഷ്യമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നന്ദു ആണെങ്കിലും ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ നന്ദുവിൻ്റെ പണിയാണെന്ന് തോന്നുന്നുണ്ട് അത്. പിന്നീട് ആദർശൻ നൈനങ്കയുടെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയതാണല്ലോ. അപ്പോൾ ആദർശൻ ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആദർശ് നൈനിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നിൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് ഏതാണ്. അപ്പോൾ അവരിങ്ങനെ തിരിച്ച് കടിക്കാത്ത എന്തും കഴിക്കുന്നു അറിയാൻ. ആ സമയത്താണെങ്കിൽ ആദർശ് പറയുന്നുണ്ടായിരുന്നു ഫ്രൂട്ട്സ് ഒന്നും അല്ലെങ്കിൽ തിരിച്ച് കടിക്കാറില്ലല്ലോ, പക്ഷെ തിരിച്ച് കടിക്കുന്ന ഒരാളുണ്ട് എന്നിങ്ങനെ പറയുന്ന സമയത്ത് അത് ആരാ ഉദ്ദേശിച്ച പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി, ഇനിയിപ്പോൾ അത് ആരാന്ന് പറയണ്ടെന്ന് പറയാണ്. പിന്നീട് ആദർശ് ഇങ്ങനെ എന്തോ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്താ ആലോചിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്നെ കുറിച്ചാണ് ആലോചിച്ചതെന്ന് പറയും. അപ്പോൾ എന്നെക്കുറിച്ചൊക്കെ ആലോചിക്കാറുണ്ടോ, എന്താ ആലോചിച്ചതെന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ അഹങ്കാരത്തിനെ കുറിച്ച് തന്നെയാണ് ആലോചിച്ചതെന്ന് പറയും കേട്ടോ. അപ്പോൾ എനിക്ക് എന്ത് അഹങ്കാരമാണ് ഉള്ളതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എല്ലാം നിനക്ക് ഞാൻ നല്ലൊരു ഓഫർ തന്നില്ലേ, എന്നിട്ട് നീ ആ ജോലി വേണ്ടെന്ന് വെക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ നീ ഇങ്ങനെ ഇടയ്ക്ക് പറയുമല്ലോ ഇങ്ങനെ ക്ലയൻസിനെ രക്ഷിച്ച സമയത്ത് നീയാണ് എന്നെ രക്ഷിച്ചത് എന്നൊക്കെ, അതുകൊണ്ടൊക്കെ തന്നെയല്ലേ നിനക്ക് ഞാനൊരു ജോലി ഓഫർ ചെയ്തത്. അപ്പോൾ നിൻ്റെ അഹങ്കാരം കൊണ്ടല്ലേ നീ അത് വേണ്ടാന്ന് വെച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അമ്മയെ അതിനിങ്ങനെ അനുകൂലിച്ചതാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നൈന പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ആദർശേട്ടൻ്റെ അമ്മ ആദർശേട്ടനെ ഒന്ന് തറപ്പിച്ച് നോക്കിയാൽ മുത്തശ്ശിനെ പോലും പിണക്കുന്ന സ്വഭാവമാണ് ആദർശേട്ടനെ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി തന്നെയാണ് ഞാനത് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ പിന്നീട് പരാതിയാവും വീട്ടിൽ ജോലി ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ആ ജോലി തുടരാനും പറ്റില്ല. അപ്പോൾ അത് ഞാനെടുത്ത നല്ലൊരു തീരുമാനം തന്നെയാണ് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ നൈന. പിന്നീട് എന്തായാലും ഇങ്ങനെ അവർ വീട്ടിലേക്കൊക്കെ പോകാൻ ഇറങ്ങിയതാണല്ലോ. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ നവ്യേനെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം നിൻ്റെ ചേച്ചി ഇങ്ങനെ ഒരിക്കൽ പോലും നിൻ്റെ വീട്ടിലേക്ക് പോകണമെന്നൊന്നും പറഞ്ഞ് വാശി പിടിക്കാറില്ലല്ലോ എന്ന്. അപ്പോൾ നിൻ്റെ ചേച്ചി ഇങ്ങനെ പ്രഗ്നൻ്റ് ആണല്ലോ, അപ്പോൾ അങ്ങനെ അവർക്ക് അതിനുള്ള ലക്ഷണമൊന്നും കാണുന്നില്ല എന്നാണ് അമ്മയും മുത്തശ്ശിയൊക്കെ പറയുന്നത്. അപ്പോൾ എനിക്കും അത് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് എന്നൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് നൈനയാണെങ്കിലും ആദർശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അത് ആദർശേട്ടനെ എങ്ങനെ അറിയാൻ പറ്റുക, ഇങ്ങനെ സ്വന്തം ഭാര്യമാരെ പ്രഗ്നൻ്റ് ആവുന്ന സമയത്താണല്ലോ ഇങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുക. അപ്പോൾ ആദർശേട്ടന് അത് മുൻപ് പരിചയം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാനൊരു കാര്യം പറയാം, എൻ്റെ അമ്മേനെ അതുപോലെ പകർത്തിയ ആളാണ് എൻ്റെ ചേച്ചി. അതുപോലെ തന്നെ വീട്ടിലിങ്ങനെ കുറച്ച് ഇങ്ങനെ തെറ്റായിട്ട് ചിന്തിക്കുന്നതും കള്ളം പറയുന്നതൊക്കെ എൻ്റെ ചേച്ചി മാത്രമാണ്. നന്ദു അതുപോലെ തന്നെ അച്ഛനൊക്കെ ഒരു പാവമാണ്, ഇപ്പോൾ അമ്മയും മാറിയിട്ടുണ്ട് എന്നൊക്കെ പറയാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് നിൻ്റെ ചേച്ചി ഇപ്പോൾ അമ്മയാവാൻ പോവല്ലേ, അപ്പം നിനക്കും വലിയ ഇതായിരിക്കുമല്ലോ കുറച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞൊക്കെ അവർക്ക് ജനിച്ച് കഴിയുമ്പോൾ എന്ന് പറയണം. അപ്പം കല്യാണി ഇങ്ങനെ എപ്പോഴും കാണുമ്പോഴെല്ലാം ചോദിക്കാറുണ്ട് കല്ലുമോനെ പോലെ ഒരു കുഞ്ഞ് നിങ്ങൾക്കും വേണ്ടേ എന്നുള്ളത്, അതെങ്ങാനും കുറച്ച് കഴിയുമ്പോൾ നടക്കുമായിരിക്കുമല്ലേ, അടുത്ത ജന്മത്തിലെങ്കിലും നടക്കുമോ എന്നൊക്കെ ഇങ്ങനെ ആദർശിനോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ആദർശാണെങ്കിലും ഇങ്ങനെ പറയുകയാണ് ആ പൂക്കാരീനെ ഒന്ന് കണ്ടില്ലല്ലോ,
അപ്പം നയന ചോദിക്കുന്നുണ്ടായിരുന്നു ആ പൂക്കാരിനെ കണ്ടിരുന്നെങ്കിൽ ആ കുട്ട നിറയെ പൂവ് എനിക്ക് വാങ്ങി തരുമായിരുന്നു എന്ന്. അപ്പോൾ ആ കുട്ടിയുടെ അത്ര വലിപ്പമൊന്നും നിന്റെ തലയില്ലല്ലോ, നിന്റെ തലയിൽ വെക്കാനുള്ള പൂവ് മാത്രം പോരെ നിനക്ക് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിഷയം മാറ്റാൻ അല്ലെങ്കിലും എടുക്കാനാണല്ലോ എന്നിങ്ങനെ നയന പറയുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നയനയോട് ആദർശ് പറയാണ്, അല്ലെങ്കിലും വിഷയം ഉണ്ടാക്കാൻ നീയാണല്ലോ മെഡിക്കുന്നത്, പിന്നീട് എന്തായാലും ഇനി ആ സംസാരം വേണ്ട, നമ്മൾ യാത്ര ചെയ്യാൻ പോവല്ലേ എന്ന് പറഞ്ഞിട്ട് അവരെ സംസാരം നിർത്താണ്. പിന്നീട് നവ്യനെയാണ് കാണിക്കുന്നത്. അപ്പോൾ നവ്യയാണെങ്കിൽ ഇങ്ങനെ പ്രഗ്നൻസി ടെസ്റ്റിൻ്റെ ആ കാർഡ് എടുത്തിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലിങ്ങനെ ഒരു ലൈനേ വന്നിട്ടുള്ളൂ. അപ്പോൾ നവ്യയ്ക്കാണെങ്കിൽ എല്ലാം കൊണ്ടൊരു തിരിച്ചടിയാണല്ലോ എന്ന് നവ്യ മനസ്സിൽ ഓർക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ഫോൺ എടുത്തിട്ട് ഒരു കൂട്ടുകാരിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരിനോട് പറയുന്നുണ്ട് ഇപ്രാവശ്യവും നെഗറ്റീവ് ആണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ കൂട്ടുകാരി പറയുന്നുണ്ട് അതിനിപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ഇല്ലാത്ത ഗർഭം ഉണ്ടാക്കാൻ എനിക്കൊന്നും പറ്റില്ലല്ലോ, അതുപോലെ തന്നെ ഇങ്ങനെ കള്ളം പറഞ്ഞപ്പോൾ നീ അത് ഓർക്കണമായിരുന്നു, ഇനിയിപ്പോൾ ഞാൻ എന്താ ചോദിക്കാൻ, എന്താ അപ്പോൾ ഇനി ഏത് ഡോക്ടറെ കാണാമെന്നൊക്കെ ഇങ്ങനെ നവ്യ ചോദിക്കുന്ന സമയത്ത് നീ നിങ്ങളുടെ അനന്തപുരിയിലുള്ള ഒരു കുടുംബ ഡോക്ടർ ഇല്ല, നിന്നെ സഹായിച്ച ഡോക്ടർ, അതിനെ തന്നെ കാണുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പം നവ്യാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് ജലജ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ പ്രഗ്നൻസി ടെസ്റ്റിൻ്റെ കാർഡ് അവിടെ ബെഡിൽ തന്നെ ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് അത് അവിടെ ബെഡിൽ കിടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ജലജ വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിന്റെ വയറ്റിലൊരു കുഞ്ഞുള്ളതുകൊണ്ടായിരിക്കും നിനക്ക് ഇവിടെ ഇങ്ങനെ അടയിരിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നിനക്ക് അടുക്കളയിൽ കയറി ജോലിയൊക്കെ ചെയ്യേണ്ടായിരുന്നോ നിന്റെ അനിയത്തിയെ പോലെ എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു അതിനിപ്പോൾ നയന അടുക്കളയിൽ ജോലി ചെയ്യില്ലല്ലോ, അവൾ എൻ്റെ വീട്ടിലേക്ക് പോയതല്ലേ, അതുപോലെ തന്നെ ഇടയ്ക്ക് ആദർശേട്ടൻ്റെ കൂടെ പുറത്തും പോകുന്നുണ്ട്, എന്നെ അഭി കല്യാണം കഴിഞ്ഞ ശേഷം ഇങ്ങനെ പുറത്തേക്കോ എൻ്റെ വീട്ടിലേക്കോ എവിടേക്കെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ, എൻ്റെ ബന്ധുക്കളുടെ വീട്ടിലേക്കെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പോയേച്ചാലും മതി, നിന്നെ കല്യാണം കഴിച്ചതോടുകൂടിയാണ് എൻ്റെ മകൻ്റെ ഭാവി പോയത്, അതുപോലെ തന്നെ ആദർശ് മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആണെങ്കിൽ എൻ്റെ മോൻ ഇപ്പോൾ അവൻ്റെ ശമ്പളക്കാരനാണ്, അതെല്ലാം നിന്നെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് നവ്യനെ കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പോൾ നിനക്ക് നിൻ്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ പോവാം, എത്ര ദിവസം വേണമെങ്കിലും അവിടെ നിൽക്കാമെന്നൊക്കെ പറയുന്നുണ്ട്, നിനക്ക് ഇങ്ങനെ മാസം ഒരു തുക അയച്ചു തരാമെന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് നവ്യ പറയുന്നുണ്ടായിരുന്നു ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നീയല്ല എൻ്റെ മോനെ വളച്ചെടുത്തതെന്നൊക്കെ പറയുമ്പോൾ അഭിയാണ് എന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് മയക്കിയെടുത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിനക്കും നിൻ്റെ അമ്മയ്ക്കും അനന്തപുരിയിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് അങ്ങനെ കയറാനായിരുന്നെങ്കിൽ ഇങ്ങനെ ആദർശേട്ടൻ എന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് യെസ് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ ആയാലും അനന്തപുരിയിൽ കയറാൻ പറ്റുമായിരുന്നല്ലോ എന്ന് പറയുകയാണ്. എന്നിട്ട് എന്താ നീ ഇങ്ങനെ പറയാതിരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നവ്യാണെങ്കിൽ ആ ടെസ്റ്റ് കാർഡ് ബെഡിൽ കിടക്കുന്ന കാണുകയാണ്. അപ്പം നവ്യ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് ഞാൻ ഇവർ കണ്ടിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവുമല്ലോ എന്ന് ഓർത്ത് ടെൻഷൻ അടിച്ചിട്ട് അങ്ങനെ ബെഡിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്ക് എന്താ ഒരു ടെൻഷൻ, എന്നിട്ട് പെട്ടെന്ന് ബെഡിലിരിക്കുന്ന സമയത്ത് നിനക്ക് ഇങ്ങനെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ളതൊന്നും തോന്നുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് കുഞ്ഞിന് ഭാരക്കുറവ് ഉണ്ടായിട്ടാവും എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയാണ്. അപ്പോൾ നിന്റെ വയറ്റിലുള്ള കുഞ്ഞല്ലേ, അതിനിങ്ങനെ ജനിക്കുമ്പോൾ തന്നെ ഒരു 4-5 കിലോ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ജലജയാണെങ്കിലും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നവ്യ ആ കാർഡ് എടുത്തിട്ട് ഇങ്ങനെ മറയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് അങ്ങനെ ജലജ അവിടുന്ന് അതൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകുന്നുണ്ട്. അതിന് ശേഷം പിന്നീട് അനിയുടെ അച്ഛനാണെങ്കിൽ ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അനി കയറി വരുന്നത്. അപ്പോൾ അനി ഇങ്ങനെ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയതെല്ലാം ഇങ്ങനെ അനിയുടെ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എൻ്റെ മോനെ ഇങ്ങനെ ഒരു അസുഖമുള്ളത് ഞാൻ അറിഞ്ഞില്ല, നിൻ്റെ അമ്മയും അത്ര കാലമായിട്ടും അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എനിക്കൊരു കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ദേവയാനിയും ജലജയും കൂടെ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവൻ എന്താ ഇപ്പോൾ കുഴപ്പമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അനിയുടെ അച്ഛനാണെങ്കിലും അതിനെക്കുറിച്ച് ഇങ്ങനെ കവിത എഴുതാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മോൻ്റെ മാനസിക നില തെറ്റിയെന്നൊരു സംശയമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ആ നയനയുടെ കൂടെ എന്ത് കൂടിയോ അതിന് ശേഷമാണ് അവൻ ഇങ്ങനെ താഴേക്ക് പോകാൻ തുടങ്ങിയതെന്നൊക്കെ ദേവയാനി ഇങ്ങനെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ ആ സമയത്ത് അനിയുടെ അച്ഛനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇവൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പ്രതിഭയുള്ളത് നയനയാണ് തിരിച്ചറിഞ്ഞത്, അതൊക്കെ ശരി തന്നെയാണ്, അതിന് ഞാൻ ഒരു തെറ്റും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ഇങ്ങനെ ആരാധികമാരെ അന്വേഷിച്ച് പോകുന്നത് ഒരു പ്രശ്നമാണല്ലോ, അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ട് അനിയനോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേവയാനിയാണെങ്കിലും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിനെക്കുറിച്ചൊക്കെ. അപ്പോഴാണെങ്കിൽ അനി പറയുകയും ചെയ്യുന്നുണ്ട് നിങ്ങളൊക്കെ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നിന്നെ ഇപ്പോൾ ഇവിടെ ഒന്നും കാണാനേ കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ രാവിലെ വൈകുന്നേരം ബോഡി ഫിറ്റാക്കാനായിട്ട് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ദേവേനെ ഇങ്ങനെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആരാധികമാരൊക്കെ കൂടല്ലേ, അതുകൊണ്ട് ബോഡിയൊക്കെ ഫിറ്റാക്കി വെക്കേണ്ടതെന്ന്. അപ്പോൾ ബോഡി ഫിറ്റാക്കാൻ പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ബോഡിയല്ലേ നിൻ്റേത്, പിന്നീട് അതിങ്ങനെ ഫിറ്റാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്താണ് ദേവയാനി അത് പറയുന്നത്. എന്നിട്ട് അനിയാണെങ്കിലും അവിടെ നിന്ന് കയറി പോവാണ്.
ആ സമയത്ത് ജലജ പറയുന്നുണ്ട് ഇവിടുത്തെ 2 മരുമക്കളുടെ അനിയത്തിയായിട്ട് അവൻ ഇങ്ങനെ ചുറ്റി കറങ്ങുന്നത് ഞാൻ അറിയുന്നുണ്ട്, ഒന്ന് സൂക്ഷിക്കാനായിട്ട് പറയാണ് കേട്ടോ. അപ്പൊ ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ടായിരുന്നു ഇവിടുത്തെ 2 മക്കൾക്കും അബദ്ധം പറ്റി, ഇനി അവനും കൂടെ അബദ്ധം പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കാനായിട്ട് പറയാണ്. അപ്പൊ ആ സമയത്താണെങ്കിൽ ഇങ്ങനെ ജയൻ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ അബിക്ക് എന്തായാലും തെറ്റുപറ്റി, അത് ഞാൻ സമ്മതിച്ചു, പക്ഷെ ആദർശിന് ഒരിക്കലും തെറ്റുപറ്റിയിട്ടില്ല. ആദർശിന് ഇങ്ങനെ ഈ ജന്മത്തിൽ ഇങ്ങനെ ഇനി നയനമോളെ പോലെ ഒരു പെൺകുട്ടീനെ കിട്ടാനും പോണില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പം ദേവയാനിക്ക് അതങ്ങ് ഇഷ്ടാവുന്നൊന്നുമില്ല. പിന്നീട് എന്തായാലും ജലജ എവിടുന്ന് അതൊക്കെ പറഞ്ഞിട്ട് അങ്ങ് കയറി പോകുന്നുണ്ട്. അപ്പൊ ദേവയാനി ആണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ എന്തായാലും ജാനകിനോടും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്, ജയൻ അവനെ ഒന്ന് ശ്രദ്ധിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ആദർശാണെങ്കിലും ഇങ്ങനെ നയനേനെയും കൊണ്ട് പുറത്തു പോകുന്നതൊന്നും ദേവയാനിക്ക് ഇഷ്ടമല്ലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അവർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ജലജയാണെങ്കിൽ ആദർശിന്റെ കാർ ഇങ്ങനെ പോണതൊക്കെ ഇങ്ങനെ ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എൻ്റെ മോൻ്റെ ആളുകൾ എപ്പോഴും നിന്റെ പിറകെ തന്നെയുണ്ട്, അതുകൊണ്ട് നീ കള്ളം പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട. ഞാൻ ഈ വീട്ടിൽ കല്യാണം കഴിച്ച് വന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് ഇങ്ങനെ ദേവയാനിയുടെ ഇങ്ങനെ ഓരോ കുറ്റപ്പെടുത്തലും കാര്യങ്ങളും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ മകൻ്റെയും മരുമകളുടെയും കാര്യം ഓർത്തിട്ട് അവൾ വിഷമിക്കണം എന്നൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഈ റിവ്യൂ ഇഷ്ടമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.